സെൻസസ് നടപടികൾക്ക് രാജ്യത്ത് തുടക്കമായിരിക്കുകയാണ്. സെൻസസ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് മാത്രമല്ല, മറിച്ച് നമ്മുടെ വിഭവത്തിൻ്റെ കൃത്യമായ കണക്കെടുപ്പാണ്. ഒരു വികസന രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ വികസനത്തിലേക്ക് ഒരു രാജ്യം കടക്കേണ്ടതിൻ്റെ നടപടിക്രമങ്ങളുടെ ആദ്യപടിയാണ് സെൻസസ്. അതായത് കൃത്യമായ കണക്കെടുപ്പ്. നമ്മുടെ വിഭവം എത്രയാണ്, കുടുംബങ്ങളുടെ സാഹചര്യം എത്രയാണ്, ജനസംഖ്യ എത്രയാണ്, അതിൽ ജനസംഖ്യയും കടന്നു വരും. ഇങ്ങനെ വിശദമായൊരു കണക്കെടുപ്പാണ് നമുക്ക് ആവശ്യം. കൃത്യമായ ഇടവേളകളിൽ സെൻസസ് നടപടിക്രമങ്ങൾ നടക്കണം. വളരെ വിപുലമായ സങ്കീർണമായ നടപടിക്രമങ്ങളാണ് സെൻസസിന് വേണ്ടി വരിക എന്ന് ഉറപ്പാണ്. പക്ഷേ ആ നടപടിക്രമങ്ങൾ പലപ്പോഴും നിലച്ചു പോയിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 16ാമത് സെൻസസാണ് ഇത്തവണ നടക്കാൻ പോകുന്നത്. 2-3 തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. ഒന്ന്, ജാതി തിരിച്ചുള്ള സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ സെൻസസ്, പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ട ആദ്യ സെൻസസ്. ഇങ്ങനെ നല്ല പ്രത്യേകതകൾ ഇത്തവണ ഉണ്ടാവുന്നുണ്ട്. 2011 അവസാനമായി രാജ്യത്ത് സെൻസസ് നടന്നിരിക്കുന്നത്. അതായത് രാജ്യത്തിൻ്റെ വിഭവം സംബന്ധിച്ച്, രാജ്യത്തിൻ്റെ പൊതു പശ്ചാത്തലം സംബന്ധിച്ച്, ജനസംഖ്യ സംബന്ധിച്ച കണക്കെടുപ്പ് 2011 മാത്രമാണ് നടന്നിരിക്കുന്നത്. അതിനുശേഷമുള്ള സാഹചര്യങ്ങളിൽ നമുക്കുണ്ടായ മാറ്റങ്ങളോ ജനസംഖ്യയുടെ കൃത്യമായ കണക്കോ ഒന്നും നമ്മുടെ കയ്യിലില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് ഈ കണക്കെടുപ്പിലേക്ക് പോകുന്നത്. കേരളത്തിൽ മലയാളികൾ ശ്രദ്ധിക്കാൻ ഒരു തീയതിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ജൂൺ 16 ജൂൺ 16 മുതൽ ജൂൺ 30 വരെ, അടുത്ത മാസം 16 മുതൽ 30 വരെ നമുക്ക് സ്വയം നമ്മുടെ വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താം. അതിനുശേഷം ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തുമ്പോൾ അതവർ ഒത്തുനോക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത്തവണ സെൻസസ് രേഖകളിലേക്ക് നമ്മുടെ വിവരങ്ങൾ നമ്മൾക്ക് സ്വയം കൈമാറാനുള്ള അവസരം കൂടി ഉണ്ട് എന്നതാണ്. എന്താണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ, ഏതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ നമുക്ക് തയ്യാറെടുക്കാം, ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം നോക്കുന്നത് സെൻസസ് നടപടിക്രമങ്ങളുടെ ഇത്തവണത്തെ പ്രത്യേകതയാണ്. സെൻസസിന് തുടക്കമായി കഴിഞ്ഞു. അതായത് അവസാന സെൻസസ് നടന്നത് 2011 2021 നടക്കേണ്ടിയിരുന്നു, 5 വർഷം മുമ്പ് നടക്കേണ്ടിയിരുന്നു. പക്ഷേ അന്ന് കോവിഡ് പ്രതിസന്ധി വന്നുകൊണ്ട് തന്നെ സെൻസസ് മാറ്റിവെച്ചു. പിന്നീടിപ്പോൾ 5 വർഷത്തിന് ശേഷമാണ് ഈ കണക്കെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടത്തിനാണിപ്പോൾ തുടക്കമായിരിക്കുന്നത്. ആദ്യഘട്ടം എന്ന് പറയുന്നത് ഭവന സെൻസസ് ആണ്. വീടുകളിലെത്തി നമുക്ക് വീട്ടിലുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, ജലസൗകര്യ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, ടെലിവിഷനുണ്ടോ, മൊബൈൽ ഫോണുണ്ടോ, കുടുംബത്തിലുള്ള അംഗങ്ങൾ, ഇങ്ങനെയുള്ള പൊതുവായ വിവരങ്ങളാണ് ശേഖരിക്കപ്പെടുന്നത്. നമ്മുടെ സാമൂഹിക ഭൗതിക പശ്ചാത്തലത്തിൻ്റെ കണക്കെടുക്കുക എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ രീതിയിലാണ് 1ാം ഘട്ടം നടക്കുന്നത്. 2ാം ഘട്ടമാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത്. ഇങ്ങനെയുള്ള 2 ഘട്ടമായുള്ള നടപടികളാണ്. ഇതിൻ്റെ ആദ്യഘട്ടത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. രാജ്യത്തെ ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആണ് ഇത്തവണ നടക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യപ്പെടുകയാണ് വിവരങ്ങൾ. അതായത് സെൻസസ് പൂർത്തിയായി കഴിഞ്ഞാൽ എത്ര വലിയ ഒരു ഡേറ്റയാണ് നമ്മുടെ കൈവശം ഉണ്ടാവുക എന്ന് നോക്കുക. അത് എല്ലാ പബ്ലിക്കിനും ഒരു പക്ഷേ ആക്സസ് കിട്ടുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകളായിരിക്കും നടക്കാൻ പോകുന്നത്. മറ്റൊന്ന്, സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ട്. നമ്മൾ സൂചിപ്പിച്ചു 16ാമത്തെ സെൻസസ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്ന്, സ്വന്തമായിട്ട് ഓൺലൈനിൽ നമുക്ക് ഇത്തവണ വിവരങ്ങൾ നൽകാമെന്നതാണ്. ഇത്തവണത്തെ സെൻസസ് നടപടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് സ്വന്തമായി വിവരങ്ങൾ അങ്ങോട്ടേക്ക് നൽകാം. ഉദ്യോഗസ്ഥർ വരുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല. സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ജൂൺ 16 മുതലാണ് അവസരം. ഈ സെൽഫ് എന്യൂമറേഷൻ, അതിനാണ് ഈ നടപടിക്രമങ്ങൾ പറയുന്ന പേര്. സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ജൂൺ 30 വരെ ആയിരിക്കും സമയം. ഇതിനുള്ളിൽ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് വിവരം ശേഖരിക്കണം. നമുക്ക് നേരിട്ട് വിവരങ്ങൾ നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ നടപടിക്രമങ്ങൾ വളരെ എളുപ്പമാകും എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് പരമാവധി പൊതുജനങ്ങൾ ഇതുമായി സഹകരിക്കണമെന്നതാണ്. സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ വിവരങ്ങൾ സമർപ്പിക്കാം. ഏകദേശം 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. അതായത് ഇതെങ്ങനെ ഓൺലൈൻ ഹോസ്റ്റ് ചെയ്യാം, എങ്ങനെ ഇതിലേക്ക് നമുക്ക് കടക്കാം എന്നൊക്കെ നമുക്ക് വിശദമായി പറയാം. അതിന് മുമ്പായി ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ ഒരാൾ ചെയ്താൽ മതി. ആ പ്രത്യേകതയുമുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനമായ കണക്കെടുപ്പിൽ എല്ലാ പൊതുജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സർക്കാർ തേടിയിട്ടുണ്ട്. അത് ചെയ്യണം. ഒപ്പം സർക്കാർ ഉദ്യോഗസ്ഥർ നിർബന്ധമായും ഇത് ചെയ്യണമെന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. കാരണം അവരത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് സെൻസസിനായി രജിസ്റ്റർ ചെയ്യേണ്ട വിധം എന്നതാണ്. സെൻസസിന് ആളുകൾക്ക് നേരിട്ട് വിവരങ്ങൾ അങ്ങോട്ട് നൽകാം. നമുക്ക് ഉദ്യോഗസ്ഥർ വരുന്നവരെ കാത്തിരിക്കേണ്ടതില്ല. അപ്പോൾ എങ്ങനെയാണ് വിവരങ്ങൾ നൽകാം എന്ന കാര്യം കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഇതിനായി നമ്മൾ ആശ്രയിക്കുന്ന ഒരു വെബ്സൈറ്റ് se.census.gov.in എന്ന പോർട്ടലിലാണ് നമ്മൾ കയറേണ്ടത്. ആ പോർട്ടൽ നമ്മൾ കയറി
സംസ്ഥാനം തിരഞ്ഞെടുക്കണം. സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം നമുക്കതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകാം. കുടുംബനാഥൻ്റെ പേരും മൊബൈൽ നമ്പരും നൽകി നമുക്കത് രജിസ്റ്റർ ചെയ്യാം. ഒരു മൊബൈൽ നമ്പർ ഒരു കുടുംബത്തിന് നൽകാൻ കഴിയുള്ളൂ എന്ന പ്രത്യേകതയുണ്ട്. മറ്റൊരു കുടുംബത്തിന് വേണ്ടി ആ മൊബൈൽ നമ്പർ നൽകാൻ കഴിയില്ല എന്ന പ്രത്യേകതയുണ്ട്. പൂർണ്ണമായും ഡിജിറ്റൽ വൽകൃത സെൻസസ് നടപടിയാണ് ഇത്തവണ നടക്കുന്നതെന്ന പ്രത്യേകതയുണ്ട്. ഒരു മൊബൈൽ നമ്പർ ഒരു കുടുംബത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന പ്രത്യേകതയുണ്ട്. മറ്റൊന്ന്, നമുക്ക് ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുക്കാം. രാജ്യത്തെ എല്ലാ ഭാഷകളും അവൈലബിൾ ആണ്. മലയാളം, കേരളത്തിലുള്ളവർക്ക് മലയാളമാണെങ്കിൽ മലയാള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി നമ്മുടെ വേരിഫിക്കേഷൻ പൂർത്തിയാക്കുക. ഒപ്പം ഈ സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി ഫൈനൽ സബ്മിറ്റ് നൽകുക. ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള കുടുംബത്തിൻ്റെ പശ്ചാത്തലം, കുടുംബത്തിൻ്റെ സാഹചര്യം, അവിടെയുള്ള ഗ്യാസ് കണക്ഷനുണ്ടോ, വൈദ്യുതി കണക്ഷനുണ്ടോ, മൊബൈൽ ഫോണുണ്ടോ, ഇങ്ങനെയുള്ള കണക്ക്, ടെലിവിഷനുണ്ടോ, ഇങ്ങനെയുള്ള കണക്കെടുപ്പാണ്. ആ കണക്ക് ഭവന വിവരങ്ങൾ പൂർണ്ണമായും നമുക്ക് നൽകിയ ശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ജൂൺ 30-നകം ഈ വിവരങ്ങൾ സമർപ്പിക്കാത്തവർക്ക് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നതാണ് സാഹചര്യം. അതായത് ജൂൺ 30 വരെ മാത്രമേ നമുക്ക് നേരിട്ട് അങ്ങോട്ടേക്ക് വിവരങ്ങൾ നൽകാനുള്ള സംവിധാനങ്ങളുള്ളൂ. അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ വരണം. ഇനി നമ്മൾ ഇത്ര വിവരങ്ങൾ നൽകി ഇത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തുമ്പോൾ അവർ അത് ഒത്തുനോക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നടപടിക്രമങ്ങൾ വളരെ എളുപ്പമായിരിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയുന്നവർ ആശ്രയിക്കേണ്ടത് വെബ്സൈറ്റ് se.census.gov.in എന്ന വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാം. se.census.gov.in ഈ വെബ്സൈറ്റാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. സംസ്ഥാനം തിരഞ്ഞെടുക്കുക, ഭാഷ തിരഞ്ഞെടുക്കുക, നമ്മുടെ വിവരങ്ങൾ കൈമാറുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് പൊതുജനങ്ങൾക്ക് മുന്നിലേക്കുള്ള വിവരം. എന്തായാലും നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഈ കണക്കെടുപ്പിൽ നമ്മളും ഭാഗമാവണം. അതിന് വിവരങ്ങൾ നൽകണം. ഏറ്റവും കൃത്യതയായ വിവരം നൽകുമ്പോഴാണ് നമുക്കും മികച്ച സേവനങ്ങൾ ഉണ്ടാവുക. നമുക്കും വേണ്ടി നമ്മുടെ സർക്കാരുകൾ, അത് ആര് ഭരിക്കട്ടെ, ആര് ഭരിച്ചാലും സർക്കാരുകൾക്ക് കൃത്യമായ നയപരിപാടികളും ജനങ്ങൾക്ക് വേണ്ട വികസന പദ്ധതികളും രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും നിർണായകമാവുക ഈ കണക്കുകളാണ്. അതുകൊണ്ട് സെൻസസ് വിവരങ്ങൾ കൃത്യമായി എല്ലാവരും കൈമാറുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.